ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ദൈവരാജ്യത്തെക്കുറിച്ച് ഉപമകളിലൂടെ തനിക്ക് ചുറ്റും കൂടിയിരുന്ന മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർക്ക് പ്രത്യേകം അത് വ്യാഖ്യാനിച്ച് നൽകുന്നുള്ളതായി സുവിശേഷം നമ്മളോട് സാക്ഷ്യപ്പെടുന്നുണ്ട്. ഇന്ന് യേശുനാഥൻ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന 2 ഉപമകൾ. ഒന്ന്, അതൊരു വിത്ത് പോലെയാണ്, അത് മുളയ്ക്കുന്ന മനുഷ്യൻ പോലും അറിയാതെ അത് വളർന്നു വലുതാകുന്നു എന്ന് പറയുന്നു. പിന്നീട് പറയും അതൊരു കടുകുമണിക്ക് സദൃശ്യമാണ്, വളരെ ചെറുതാണ്, പക്ഷേ പിന്നീട് അത് എല്ലാ വൃക്ഷങ്ങളെക്കാളും വലുതായി മാറുകയും പക്ഷികൾക്ക് ചേക്കേറാൻ ഒരിടം നൽകുകയും ചെയ്യുന്നു, അവർക്ക് തണൽ നൽകുന്ന ഇടമായി മാറുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ ദൈവവചനം, ദൈവരാജ്യം അത് ഈശോ തന്നെയാണ്. അപ്പോൾ ഈശോ ആകുന്ന വചനം, ഈശോ ആകുന്ന ദൈവരാജ്യം നമ്മെ ഓരോരുത്തരും സ്വീകരിക്കാൻ നമുക്ക് തണൽ നൽകുകയും ചെയ്യുന്നവരാണ്. കാര്യം ഈ ദൈവരാജ്യം നല്ല വിശേഷത്തിൻ്റെ ദൈവരാജ്യമാണ്. സുവിശേഷം, നിനക്കൊരു രക്ഷകനുണ്ടെന്നും നിന്നെ രക്ഷിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പറയുന്നു. അപ്പോൾ അതെനിക്ക് നൽകുന്ന ഒരു പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടിന് ദൈവം ഉണ്ടെന്നുള്ളതാണ്. ദൈവം ഒരു തണലായി നിൽക്കുന്നുള്ളതാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണും, അവൻ അഗ്നി സ്തംഭവും മേഘത്തൂണുമായി ജനങ്ങളെ രക്ഷിച്ച ദൈവമാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ജീവിതത്തിന് തണലേക്കിക്കൊണ്ട് ദൈവം ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് തരികയാണ്. ഒപ്പം അവൻ നമ്മളോട് പറയും, നമുക്ക് ദൈവരാജ്യം വന്നു കഴിയുമ്പോൾ, വചനം സ്വീകരിച്ചു കഴിയുമ്പോൾ, നമ്മൾ ഈ കടുകുമണി അത് വൃക്ഷമായി മാറുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ വചനം അത് വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ ഈ കൃപകൾ മറ്റു മനുഷ്യർക്ക് പങ്കുവെക്കുന്നവരായി മാറണം. അതായത് ഈ കടുകുമരം തണലാകുന്ന മരമായി മാറിയതുപോലെ, പക്ഷികൾക്ക് ചേക്കേറാൻ ഒരിടമായതുപോലെ, നമ്മളും മനുഷ്യർക്കെല്ലാം ചേക്കേറാൻ പറ്റുന്ന ഒരിടം, മനുഷ്യരെ ആശ്വസിപ്പിക്കുന്ന തണൽ നൽകുന്ന ഒരിടമായി നമ്മൾ മാറണം എന്ന് വചനം നമ്മെ ഓർമ്മിക്കണം. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന ആ വലിയ മരത്തിൻ്റെ തണലിരിക്കുന്ന നമുക്കും തണൽ നൽകുന്ന, കൃപകൾ നൽകുന്ന, അനുഗ്രഹം നൽകുന്ന, മറ്റു മനുഷ്യർക്ക് ചേക്കേറാൻ ഒരിടം ഹൃദയത്തിൽ നൽകുന്ന മനുഷ്യരെ മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.